ഷൊർണൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തെരുവുനായ വിഷയത്തിൽ ബഹളവും പ്രതിഷേധവും. കഴിഞ്ഞ ദിവസം ഷൊർണൂർ നഗരത്തിൽ 3 പേരെ തെരുവുനായ കടിച്ച വിഷയത്തിൽ നഗരസഭ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്നാരോപിച്ചായിരുന്നു ബിജെപിയുടെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം. രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച ഷൊർണൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ 4 അജണ്ടകൾ കഴിഞ്ഞതും പിന്നീട് ചർച്ച നഗരത്തിലെ തെരുവുനായ പ്രശ്നമായിരുന്നു. ഷൊർണൂർ നഗരസഭ തെരുവുനായ പ്രശ്നത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നായിരുന്നു ആക്ഷേപം. ഷെൽട്ടർ ഹോം പദ്ധതിയും ABC പദ്ധതിയും പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിൽ നഗരസഭ പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കഴിഞ്ഞ ദിവസം നഗരത്തിൽ 3 പേർക്ക് തെരുവുനായ കടിയേറ്റിട്ടും വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ടില്ലെന്നായിരുന്നു BJP ആരോപണം. ABC പദ്ധതി നടപ്പിലാക്കാതെ ജനങ്ങൾ ഭീതിയിൽ നടക്കേണ്ട അവസ്ഥയാണ് ഷൊർണൂരിലുള്ളതെന്നും BJP പറഞ്ഞു. കൌൺസിൽ ഹാളിൽ തെരുവുനായയുടെ ചിത്രമുയർത്തിയും നടുത്തളത്തിൽ ഇറങ്ങിയുമായിരുന്നു BJPയുടെ പ്രതിഷേധം. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി BJP രംഗത്ത് വരുമെന്നും BJP കൌൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളായി തെരുവുനായകൾ അവരുടെ തേരോട്ടമാണ്. അതിൽ തെരുവുനായ കടിച്ച് 3 പേർക്ക് പരിക്കേൽക്കുകയും ആ കടിച്ച നായ മറ്റു നായകളെ കടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കടിച്ച നായ പിന്നീട് മരണപ്പെട്ടു എന്ന് അറിഞ്ഞത്. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് ആ നായയ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടെന്ന്. പേവിഷബാധ ഏറ്റിട്ട് 3 പേർക്ക് കടിയേറ്റ ഈ സംഭവം ഉണ്ടായിട്ട് ഈ നിമിഷം വരെ മണിക്കൂർ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ നിമിഷം വരെ നഗരസഭയോ നഗരസഭയിലെ ആരോഗ്യ വകുപ്പോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ABC പ്രോഗ്രാം നടപ്പാക്കുന്നതിൽ ഷൊർണൂർ നഗരസഭയ്ക്ക് വന്ന വീഴ്ചയാണ് ഇത്രയേറെ തെരുവുനായകൾ ഷൊർണൂരിൽ വരാനുണ്ടായ സാഹചര്യം. തെരുവുനായയെ പേടിച്ച് വീട്ടിനകത്തേക്ക് കയറിയാൽ വെള്ളം കയറിയ വീടുകളാണ് പലതും. ആ വെള്ളത്തിൽ മുങ്ങി ചാവുന്ന അവസ്ഥയിലേക്കാണ് ഷൊർണൂരിലെ ജനവിഭാഗം. ആരോഗ്യ വകുപ്പായാലും ഷൊർണൂർ ഭരണസമിതിയായാലും മഴക്കാലപൂർവ്വ ശുചീകരണം അത് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പേരിൽ എന്തൊക്കെയോ കോപ്രായം കാട്ടിക്കൊണ്ട് ഫണ്ടുകൾ, കേന്ദ്ര ഫണ്ടടക്കമുള്ള ഫണ്ടുകൾ അത് കൈക്കലാക്കുമെന്ന് മാത്രമേ നഗരസഭാ ഭരണാധികാരികൾക്കുള്ളൂ. നഗരത്തിലെ തെരുവുനായ വന്ധ്യംകരണം പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് ഷൊർണൂരിൽ കാണുന്നത്. ദിവസവും തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും നഗരസഭ ഉത്തരവാദിത്വം കൈയൊഴിയുകയാണെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. വിഷയത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി. കൃത്യമായി മാറ്റിവെച്ച ഫണ്ടുകൾ പോലും ഉപയോഗിക്കാതെ ജനങ്ങളെ അപകടത്തിലാക്കുന്ന പ്രവണതയാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് UDF കൌൺസിലർ കൃഷ്ണകുമാർ പറഞ്ഞു. അതിരൂക്ഷമായ ഈ തെരുവുനായ്ക്കളുടെ ശല്യം ഈ നഗരത്തിൽ വിളയാടുമ്പോൾ ഇവിടുത്തെ നഗരസഭാ അധികാരികൾ അതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നത് രൂക്ഷമായ പ്രതിഷേധാർഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെതിരെ ഇന്ന് കൌൺസിൽ യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൌൺസിൽ അംഗങ്ങൾ അതിനെ ശക്തമായി വാദിക്കുകയും അതിനെതിരെ ശക്തമായി എതിർക്കുകയും ചെയ്ത് ഞങ്ങൾ പ്രതിഷേധിച്ച് ഇന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വരെ ഇന്ന് എത്തി നിൽക്കുക. ഇത് വളരെ രൂക്ഷമായി ഇതിനെതിരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയും ഈ തെരുവുനായ ശല്യത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തെരുവുനായ കടിയേറ്റ വിഷയത്തിൽ നഗരസഭ കൃത്യമായ ഏകോപനം നടത്തിയെന്നും മിക്ക ദിവസങ്ങളിലും നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളെ പിടികൂടി വന്ധ്യംകരണം നടപടികൾ ഇപ്പോഴും നഗരസഭയിൽ നടത്തിവരുന്നുണ്ടെന്നും ചെയർപേഴ്സൺ നിർമ്മല പറഞ്ഞു.
ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഹസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇത് ശരിക്കും ആത്മാർത്ഥമായി ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വാക്സിനേഷൻ എടുക്കുക, എല്ലാ വർഷവും പദ്ധതിയിൽ പൈസ ഉൾപ്പെടുത്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഈ വർഷം നമുക്ക് പദ്ധതി പാസ്സായി വന്നിട്ടില്ല. 2 ഇലക്ഷൻ വന്നപ്പോൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കണ കാരണം നമുക്ക് പദ്ധതികൾ സമർപ്പിച്ചിട്ട് അത് പാസ്സായി കിട്ടിയിട്ടില്ല. പാസ്സായി പൈസ വരുന്ന മുറയ്ക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും നമ്മൾ ഓൺ ഫണ്ടിൽ നിന്ന് തുക കൊടുത്തിട്ടാണ് ഇന്നലെ രാത്രി മുതൽ അവിടെ വാക്സിനേഷൻ നടക്കുകയാണ് നമ്മുടെ ഷൊർണൂര്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് നടക്കുന്നത്. അന്ന് 3 ആളുകൾക്ക് കടിയേറ്റു എന്ന് പറഞ്ഞു. ആ നായ കൊല്ലപ്പെട്ടപ്പോൾ നമ്മളതിനെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയതും അതിന്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നഗരസഭയും വെറ്റിനറി ഡോക്ടറാണ്. നമുക്കിപ്പോൾ അതിനെ പോസിറ്റീവാണെന്ന് സ്ഥിരീകരിക്കാൻ നമ്മൾ മുൻകൈ എടുത്തിട്ടാണ് പ്രവർത്തിച്ചത്. കാരണം വേറെ നായ്ക്കളത് കടിച്ചിട്ടുണ്ട്, പോരാത്തതിന് നമ്മുടെ ആളുകളെയും കടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഗൗരവം കണക്കിലെടുത്തും കൊണ്ടതാണ് നഗരസഭ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവർക്കിപ്പോ ആവശ്യം അവരെന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ഷോ കാണിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, നഗരസഭ ഇവിടെ ഒന്നും ചെയ്യണില്ല എന്ന് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്. BJP കൗൺസിലറുടെ വാർഡിൽ വരുന്ന ഷെൽട്ടർ ഹോം പദ്ധതി BJP തന്നെ എതിർത്ത് നല്ലപിള്ള ചമയുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. വിഷയം BJP രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.